കേന്ദ്ര സർവകലാശാലയിൽ SFI NSU പ്രവർത്തകർ തമ്മിൽ സംഘർഷം. CPM-കാരാണ് സംഭവത്തിന് പിന്നിലെന്ന് കോൺഗ്രസ് ആരോപിച്ചു. കേന്ദ്ര സർവകലാശാലയിൽ SFI NSU പ്രവർത്തകർ തമ്മിൽ സംഘർഷം. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഖിൽ മുന്നാട്, യൂണിറ്റ് സെക്രട്ടറി അമൽ ആസാദ്, സ്റ്റുഡൻസ് കൗൺസിൽ സെക്രട്ടറി സഹദ്, പ്രത്യുഷ, ശ്രീഹരി, NSU പ്രവർത്തകരായ അഭിരാം, വിഷ്ണുപ്രസാദ് എന്നിവർക്ക് പരിക്കേറ്റു. SFIക്കാർ ക്യാമ്പസിൽ വെച്ചിട്ട് ഇന്നലെ അഭിരാമിനെ ആക്രമിക്കുകയുണ്ടായത്. അഭിരാം നമ്മളെ NSUയിൽ സജീവമായ ഒരു പ്രവർത്തകനാണ്. അപ്പോൾ പ്രവർത്തനത്തിൻ്റെ പേരിലാണ് അവനെ ആക്രമിക്കുകയുണ്ടായത്. ഈ കേരളത്തിലുടനീളം ഉണ്ടാകുന്ന SFIൻ്റെ ഈ ആക്രമണ പരമ്പരയുടെ ഒരു തുടർച്ചയായിട്ടാണ് ഈ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അടുത്ത ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് എന്നെയും ആക്രമിച്ചിട്ടുള്ളത്. ഭീഷണി സ്വരത്തിലാണ് അവർ തുടങ്ങിയത്. കാരണം എന്ന് വെച്ചാൽ പെരിയ ഇരട്ടക്കൊലക്കേസിലെ 13-ാം പ്രതിയായ ബാലകൃഷ്ണൻ്റെ നേതൃത്വത്തിലാണ് നമ്മൾ ആക്രമിച്ചിട്ടുള്ളത്. അതിൽ ഇവനെ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുകയാണ് ആദ്യം ചെയ്തത്. അവരെന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, നീ വീൽ ചെയറിലാണ് പോകുന്നത്, ഇനി ഇങ്ങനെയാണെങ്കിൽ സ്ട്രെച്ചറിൽ പോകേണ്ട അവസ്ഥയാക്കരുതെന്ന് അവർ ഭീഷണി സ്വരത്തിൽ പറഞ്ഞപ്പോൾ അതെന്താണ് ഇവിടെ പറയേണ്ട ആവശ്യമെന്ന് ചോദിച്ച് പ്രതികരിച്ചു. അതിനുശേഷമാണ് എന്നെ അവർ കയറി ആക്രമിച്ചത്. വിഷ്ണുപ്രസാദിന് പരിക്കേറ്റത് പെരിയ PHC സെന്ററിൽ വെച്ചാണ്. CPM-കാരാണ് സംഭവത്തിന് പിന്നിലെന്ന് കോൺഗ്രസ് ആരോപിച്ചു. വിഷ്ണുപ്രസാദിനെയും അഭിരാമിനെയും കാഞ്ഞങ്ങാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ക്യാമ്പസിലെ സംഘർഷത്തിനിടയിൽ പരിക്കേറ്റ അഭിരാമിനെയും കൊണ്ട് പെരിയ ആരോഗ്യ കേന്ദ്രത്തിലെത്തിയതായിരുന്നു വിഷ്ണുപ്രസാദ്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.